നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. ചതയ നക്ഷത്രം. ചതയ നക്ഷത്രത്തിന് ഇവർക്ക് ജീവിതത്തിന്റെ ആദ്യകാലത്ത് കുറച്ച് ക്ലേശങ്ങളൊക്കെ ഏറുമെങ്കിലും അതിൽ പിന്നീട് അങ്ങോട്ട് നല്ല അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വിജനങ്ങളെയൊക്കെ ആദരിക്കുന്ന അവസ്ഥകളൊക്കെ ഇവർക്ക് ഉണ്ടായി എന്ന് വരാം. ഈ നക്ഷത്രത്തിന് പൊതുവെ നല്ല കാലമാണെങ്കിലും കർമ്മത്തില് ചില മാറ്റങ്ങളൊക്കെ ആവശ്യമായിട്ട് പറയപ്പെടുന്നുണ്ട്. അധിക ചെലവ് വരുന്നൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. സ്ത്രീകൾക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നേടാനായിട്ട് സാധനം പരിശ്രമിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. പെട്ടെന്ന് ശുഭതരാകുന്ന ഒരു അവസ്ഥ ഇവർക്ക് വർഷാദ്യത്തിലുണ്ടാവും. ആ ഒരു അവസ്ഥ മാറ്റുന്നത് നന്നായിരിക്കും. സ്വഭാവത്തിലുള്ളതാണ്, വലുതായിട്ട് മാറത്തില്ല, എന്നാലും മാറ്റുന്നത് നന്നായിരിക്കും. പേരും പ്രശസ്തിയൊക്കെ വർദ്ധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. രക്തസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാകും. വലിയ താമസത്തിൽ അതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ കഴിവതും ഇടപെടാതിരിക്കുക എന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ ആദരത്തിന് പാത്രമാവാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ശത്രുക്കളുടെ വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. അധ്വാനിക്കുന്നതനുസരിച്ച് തന്നെ ഇവർക്ക് പ്രയോജനങ്ങൾ ലഭിച്ചു എന്ന് വരാം. എല്ലാ ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയം കൈവരിക്കാം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. പ്രൊമോഷൻ കുറച്ച് കാലതാമസം നേരിടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. പുതിയതായിട്ട് ചില ജോലികളിലൊക്കെ ഏറ്റെടുക്കാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. വീടോ അല്ലെങ്കിൽ വസ്തുവോ ഒക്കെ മൂടി പിടിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഡോക്ടർമാർക്ക്, അധ്യാപകർക്ക്, വക്കീലന്മാർക്ക് വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. പുതിയ ബിസിനസ്സുകൾ, സൈഡ് ബിസിനസ്സുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും നല്ലൊരു സമയമായിട്ട് പറയുന്നുണ്ട്. ജോലി ഭാരം അല്പം വർദ്ധിക്കാമെങ്കിലും അനുസരിച്ച് സാമ്പത്തിക വർധനവും ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. പൂജാതി മംഗളകാര്യങ്ങളൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ഇവർക്ക് ഒരു അല്പം ഗുണങ്ങളേറിയ വർഷമായിട്ട് തന്നെയാണ് പറയാനുള്ളത്.